അപ്പോൾ ക്ലാസ്സിൽ പോയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു വെച്ചാൽ എല്ലാവരും ഉറങ്ങല്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് എങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് സ്ക്വിഷ് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയാണ് സ്ക്വിഷ് ഉണ്ടാക്കി തുടങ്ങി. സ്ക്വിഷീസൊക്കെ ഉണ്ടാക്കി തരണം ഞാൻ നിങ്ങൾക്ക് വയ്യോ. അപ്പോൾ ഞാൻ ഇത്തിരി 4 സ്ക്വിഷീസ് ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ 4 സ്ക്വിഷീത്തെ ഒരെണ്ണം ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയി. അത് എവിടെയും കണ്ടിട്ടുണ്ട്, എൻ്റെ ബാഗിൽ എവിടെയുണ്ട്. അപ്പോൾ ബാക്കി 3 ഇതാണ് ഇന്നുണ്ടാക്കിയതാണ്, കാണിച്ചു തരാം. ഒരെണ്ണം ഉണ്ടാക്കിയേക്കുന്നത് സ്മൈലിയുടെയാണ്. അപ്പം എനിക്കാണെങ്കിൽ സ്മൈലിയുടെ വേണമെന്ന് തോന്നുന്നു. സ്മൈലിയുടെ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് സ്മൈലിയുടെ പിന്നെ ലിയോണയ്ക്ക് ആളുടെ പേര് എഴുതിയത് വേണമെന്ന് പറഞ്ഞുണ്ടായി. അപ്പം ഞാൻ അത് തെറ്റിപ്പോയി. ഇവിടെ തല തിരിച്ച് ലിയോണ്, ലിയോ എന്നെ ശരിയാണ് അറിയില്ലേ. ഇവിടെ ഈ തല തിരിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ടിയോണ, ഇങ്ങനെ നിൽക്കുമ്പോൾ ലിയോൺ. ഇപ്പുറത്തെ നിയമം ശരിയാവതെ എല്ലിയോ എന്നെ ലിയോണ. അടുത്തത് ഇത് എൻ്റെ പപ്പയുടെയാണ്. ഇത് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വലിയതാക്കിയുണ്ടായി, ഭയങ്കര ഇഷ്ടമായത് ഒന്നില്ലേ. അപ്പം ഞാൻ അവൻ്റെ സോഷ്യൽ ആക്ടൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി, അതും പാതിരാത്രി യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്ന ഒരാഗ്രഹം. പിന്നെ ഞാൻ ഈ പാവയുടെ ഞാൻ എടുക്കുന്നത് പണ്ടത്തെ പാവയാണ്. ഞാൻ ലിയോണും കൂടി യൂസ് ചെയ്ത പാവയാണ്. ഇപ്പോൾ ആവശ്യമില്ല. പിന്നെ കേരളൊരു ഓട്ടയുണ്ട്, ആ ഓട്ടയിൽ നിന്നാണ് ഞാൻ പഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ സാൻഡ്രിയനെയാണ് വരയ്ക്കാൻ തോന്നിയത് നോക്കിയത്. പക്ഷെ എനിക്ക് സാൻഡ്രിയൻ വരയ്ക്കാൻ അറിയില്ല. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ സാധാരണ കുട്ടികൾക്കൊക്കെ സാൻഡ്രിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ സാൻഡ്രിയനെ വരച്ച് ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ സാൻഡ്രിയ. അപ്പോൾ ഈ നോക്കിയാണ് ഞാൻ പേജ് കണ്ടത്. ഞങ്ങൾ പേരെന്താണെന്ന് പോയപ്പോൾ വായിച്ചതാണ്. ഇതെൻ്റെ പേര്, ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കണം. നെയിം, ക്ലാസ്, റോൾ നമ്പർ, സബ്ജക്റ്റ്, സ്കൂൾ നെയിം. പിന്നെ ഇതെൻ്റെ ഒരു സാഡ് സ്റ്റോറിയാണ്, ഞാൻ അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലാണ് ഞാൻ ബേസിലാകാത്ത കുറേ വിജയനായിട്ട് കുറച്ച് സ്പെഷ്യൽ ഉണ്ടായിട്ടുണ്ട്. വേറെ പേജിലാക്കിയിട്ട് വേറെ പേജിൽ നമുക്ക് പേജെല്ലാം കഴിഞ്ഞു. സാൻഡ്രിയനെ വരയ്ക്കാം. സ്കെച്ച് ബോർഡിൽ സ്കെച്ച് വേണം, കളർ വേണം, കുഴപ്പമില്ല. സ്കെച്ച് വേണം, ടേപ്പ് വേണം, ഒരു സിസേഴ്സും വേണം. രാത്രിക ഓക്കെ, നമുക്ക് ഒന്നും കൂടി സാൻഡ്രിയനെ വരയ്ക്കാം. നമുക്ക് അതിൻ്റെ ബ്ലാക്ക് സ്കെച്ച് എടുക്കാം. നമ്മൾ ടോപ്പ് എടുത്തിട്ട് വരാവേ. ഇവിടെ നമുക്കിനി ഈ പ്ലെയിൻ പേപ്പറിലാണ് നമുക്ക് വരയ്ക്കാൻ. ബുക്കിലത്തെ പ്ലെയിൻ പേപ്പർ കഴിയാറായി. കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇത് ഇത്തിരി വലിയ ടൈപ്പ്, ഇത് ചെറുതായിപ്പോയി. പിന്നെ റൗണ്ട് ഒരാൾക്കൊന്നും ഇഷ്ടമില്ല. കണ്ണ് വരയ്ക്കാം.
നടിക്കണ ഇങ്ങനെയല്ല, അത് നമ്മളത് എങ്ങനെയൊക്കെ സാലറി ഉണ്ട്. നമുക്കിനി ഈ സാലറിയാണ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിനേക്കാൾ മുമ്പ് നമ്മുടെ സലോ ടേപ്പ് പൊട്ടിക്കാം. ഇത് ശരിക്കും വലിയ ടേപ്പായിരുന്നു. അങ്ങനെ സ്ക്വീഷ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ടേപ്പ് എനിക്ക് കഴിയാറ്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം വിചാരിക്കുന്നു. നമുക്കിത് നമ്മൾ സാൻഡ്രിയുടെ ഒരു തുടക്കത്തിൽ ഇതേ അളവിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ നമുക്ക് കട്ട് ചെയ്തെടുക്കാറുണ്ട്. സാൻഡ്രിയാണ് അതൊന്നും തെറ്റേണ്ട സ്മെല്ല് വരച്ച് കുഴപ്പമില്ല. അയ്യോ തെറ്റ്, നമുക്കതിനകത്ത് കളറടിക്കണം. ടേപ്പുള്ളത് കളറടിക്കുന്നത് ഒരു കാര്യമല്ല. കനട്ടിനകത്ത് രണ്ട് പർപ്പിൾ, സോറി ഇത് പിങ്ക്, ഒരു പർപ്പിളും ഒരു പർപ്പിളെങ്കിൽ ഒരു പർപ്പിൾ, രണ്ട് പർപ്പിളുണ്ട്. 24 കളേഴ്സിൽ ഒരു പർപ്പിളെങ്കിലും കിട്ടിയില്ല. കളറടിക്കും. ഇത് തെറ്റിപ്പോയി, കണ്ണ് അപ്പുറത്തെ സൈഡിലാണ് അടിക്കുന്നത്. എന്ത് കഷ്ടമാണ്. സ്കൂൾ ബസ് പോയിട്ടുണ്ട്. ബ്ലാക്ക് എടുത്തടിക്കാം. ബ്ലാക്ക് ഫ്രൈഡേ ടൂർ. അപ്പോൾ ഈ ഫ്രൈഡേയിൽ ഓണൊക്കെയാണ്. പക്ഷേ അവിടെ ടൂർ മാറ്റുന്നതിലേക്ക് ഫ്രൈഡേ അവിടെ ഭയങ്കര തിരക്കായിരിക്കും അത്ര. സ്കൂൾ ബസ് നീ വന്നു കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കെട്ടിയെടുക്കാം. ഇപ്പോൾ കൃഷിയാണ്. നല്ല ക്ലാസ്സിൽ ആദ്യമൊക്കെ ദേവശ്രീ എന്ന് പറയുന്നത്
സ്കുഷിയായിരുന്നു ഉണ്ടാക്കല്. ഇപ്പം സ്കുഷിയൊന്നുമില്ല. സ്കുഷിയുടെ ട്രെൻഡൊക്കെ കഴിഞ്ഞു. ഇത് ഇത്തിരി വലിയ പേപ്പർ, ഇത് ഇത്തിരി ചെറിയ പേപ്പറായി പോയി. ഇത് കാണാൻ പ്രാർത്ഥന പോലെയുണ്ട്. അത് കുഴപ്പമില്ല. ഇതെല്ലാം ഞാൻ ലൈറ്റ് പർപ്പിൾ അടിച്ചേ, എന്നിട്ട് ഞാൻ ഡാർക്ക് അടിച്ചേ. സോറി, ഇതുപോലെ പിന്നെ ടേപ്പ് പൊട്ടിക്കാം. ഓക്കേ, അതിൻ്റെ ബാക്ക് തെറ്റിപ്പോയില്ലേ. അത് എന്നാ മുടിയാച്ചി ചാടി. ടേപ്പാണ്. എന്നാ മുടിയാച്ചി. ബ്രൈറ്റ്നസ് കുറച്ചിട്ടതാ. कुछ कहता है, कुछ कुछ होता है, प्यार किया तो मेरे प्यार किया चुक 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 चुक. ചെറുകഥകളെ താഴ്ക്കും തലയെന്ന് സൂര്യൻ പതുമെങ്കിൽ പോണതേ tiga mama kaborin kui teman kaborin depan mai Maria anda pedatin makarani anda makarani arigala adi ipanatu style itu നമുക്ക് ഇവിടെ അടക്കട്ടെ എവിടാത്ത സ്ഥലങ്ങളുണ്ട്. ഈസി ആയിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. ശരി ശരിയാവില്ല കേട്ടോ. തെറ്റിയത് തെറ്റി.
കുറേ ഐഡിയ ഉണ്ട്, അതൊന്നും നമുക്ക് നോക്കാം. ഇതേപോലെ വെട്ടിയെടുത്ത് പൊട്ടിക്കും. Itu payahnya. Hari-hari itu nonton payahnya, ya nonton payahnya, nonton payahnya, ya nonton payahnya, nonton payahnya, ya nonton payahnya, nonton payahnya, ya nonton payahnya. Kucu-kucu payahnya, kucu-kucu payahnya. അത് ബ്ലൂ എന്ന് പറയാം കേട്ടോ, പർപ്പിൾ തന്നെയാണ്. അതല്ലേ കണ്ടല്ലേ? ഇനി ഞാനത് ഒട്ടിച്ച് ചെറിയ സോളാക്കിയിട്ട് വരാം. അപ്പം നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട് കാരണം അത് തന്നെ അല്ലേ ഇങ്ങനെ ആക്കണം. അവിടെ ഒട്ടിക്കാൻ പാടില്ല, അതിൽ മാത്രം ഒട്ടിക്കണം. ഒട്ടിക്കുക. അപ്പം ഞാനതിനകത്ത് പഞ്ഞി ഇതൊക്കെയുണ്ട്, എൻ്റെ കാലിനോട് കാണും. അപ്പം ഞാൻ എന്ത് ചെയ്യാം, അതിനകത്ത് പഞ്ഞി ഇട്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ അത് നമ്മൾ ചെയ്യാൻ സമയത്തന്നെ അത് കയറിപ്പോയി. വിഷമം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറേയൊക്കെ ടേപ്പ് ഒട്ടിച്ചു. പക്ഷെ എന്തെങ്കിലും കുറേ കളക്ഷൻസ് ഓഫ് ടേപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്മൈലി ഓക്കെ ഇത് സ്മൈലിയുടെ ടൈപ്പാണ്. അത് ലിയോണയ്ക്ക് വേണമെന്ന് വാങ്ങിച്ചതല്ല, കൊടുത്തതാണ്. പക്ഷെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടോ സ്മൈലിയുടെ വര അടുത്തത് കാണിച്ചു തരാം. അടുത്തത് വരുന്നത്
ലിയോണയുടെ തന്നെയാണ്. ലിയോണ തന്നെ അവളുടെ പേര് എഴുതിയിട്ടുള്ളത് LEONA. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സ്കുഷിയിൽ പേര് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. എന്താ ലിയോണയുടെ പേര് എഴുതിയ സ്കുഷി എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ അടുത്തത് കാണിച്ചു തരാം. അടുത്തത് തരുന്നത് എൻ്റെ പപ്പയാണ്. എനിക്ക് ഇതിനകത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ട എണ്ണമാണ്. നമുക്ക് ഇത് നമുക്ക് മുട്ടയായിട്ട് ഉപയോഗിക്കാം. ചേർത്തിട്ട്